ഇത് സാധാരണ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് എൻ്റെ പരിസരങ്ങളിലുള്ള ആളുകളിൽ കൂടുതലും ഈ മദ്രാസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ബേക്കറികൾ അങ്ങനെയൊക്കെ നടത്തുന്ന ആളുകളാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകളായാലും ഹോട്ടൽ തൊഴിലാളികൾ, മറ്റ് കൂലിവേല ചെയ്യുന്നവരാണ് കൂടുതലായിട്ട്. അപ്പോൾ അവരെല്ലാം അന്നത്തെ കാലത്തൊക്കെ ജോലിക്ക് പോകാറില്ല. കാരണം കഠിനമായിട്ടുള്ള ജോലികളാണ്. അതുകൊണ്ട് അവർ ആ ഒരു മാസം 12 മാസത്തിൽ ഒരു മാസം അവർ ലീവായിരിക്കും. ആരോഗ്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും നോമ്പിന് കഠിനമായിട്ടുള്ള ജോലികൾ നല്ലതല്ല. കാരണം പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നോമ്പ് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു അന്നത്തെ ആളുകൾ ജോലിക്ക് പോകാതിരുന്നത്. എന്നാൽ ഇന്ന് 2 രീതിയിൽ നമുക്ക് പറയാം. ഇന്ന് ശാസ്ത്രം വളർന്നു, ജോലി ഭാരം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ജോലി ചെയ്യേണ്ട സംഗതികളൊക്കെ മെഷീനറികൾ കൈയടക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ജോലികൾ ഇല്ലാത്ത കാരണം കൊണ്ട്, മാത്രമല്ല ഒരു ഉപജീവന മാർഗം കൂടിയാണല്ലോ. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ കഠിനമല്ലാത്ത ജോലികൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഏറ്റവും നല്ലതായിട്ടുള്ള എൻ്റെ അഭിപ്രായം നോമ്പിന് കഠിനമായിട്ടുള്ള ജോലികൾ, ഇപ്പം എന്നെപ്പോലുള്ളൊരു ജോലി കഠിനമായിട്ടുള്ള ജോലിയല്ല, നേരെ മറിച്ച് കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വരും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പം അത്തരം ജോലിക്കാർ നിർബന്ധമായിട്ടും റമദാനിൽ ജോലി ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്.